ഓക്കെ, അപ്പോൾ നമുക്ക് 2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സ്ക്രീനിൽ അവിടെ കാണുന്നുണ്ടല്ലോ. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് യൂണിവേഴ്സിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു ഫോഴ്സിനെ പറ്റിയാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് ഒക്കെ കണ്ട, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് തന്നേക്കുന്ന ഓപ്ഷൻ. അപ്പോൾ ഏതായിരിക്കും യൂണിവേഴ്സിലെല്ലാം ഉള്ള ഫോഴ്സ്? ഏതായിരിക്കും യൂണിവേഴ്സിലെല്ലാം ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് യൂണിവേഴ്സിൽ എവിടെയാണെങ്കിലും ഉണ്ടാകുന്ന ഫോഴ്സ്. ആ ഫോഴ്സിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഇത് വീക്കസ്റ്റ് ഫോഴ്സാണ്. വീക്കസ്റ്റ് ഫോഴ്സാണ്. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാ? സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് വരുന്നത് ഏത് ഫോഴ്സാണ്? ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എറർ ഇൻ മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിലെ റേഡിയസിന്റെ എറർ എന്ന് പറയുന്നത് എത്രയാണ്? 0.6% ആണ്. ഓക്കെ, അപ്പോൾ റേഡിയസിന്റെ പെർസെന്റ് എറർ അല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പം റേഡിയസിന്റെ പെർസെന്റ് എറർ നമ്മൾ എഴുതുന്നത് എങ്ങനെ നോക്കും? ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. പെർസെന്റ് എറർ ആണ്, അതുകൊണ്ട് നമ്മളിവിടെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റേഡിയസിന്റെ പെർസെന്റ് എറർ എത്രയാണ് വന്നേക്കുന്നത്? 0.6% അല്ലേ? നമ്മളിത് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. ഇതാണ് റേഡിയസിലുള്ള പെർസെന്റ് എറർ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? സർക്കിൾ ആണ് കേട്ടോ. സർക്കിള് അതിന്റെ റേഡിയസ് അളന്നപ്പോഴുള്ള പെർസെന്റ് എറർ ആണ് 0.6%. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ സർക്കിളിന്റെ ഏരിയയുടെ പെർസെന്റ് എറർ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏരിയ നിങ്ങൾ ആദ്യം ഫോർമുല എടുക്കാം. ഏരിയയുടെ ഫോർമുല എത്രയാണ്? സർക്കിളിന്റെ ഇത് റേഡിയസ് 6 ആണെങ്കിൽ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചെടുക്കാനുള്ള ഫോർമുലയാണ് πr². ഉണ്ടോ? ഏരിയ ഒന്നില്ലേ? ഇനി നമ്മൾ ഏരിയയുടെ പെർസെന്റ് എറർ വേണം. റേഡിയസിന്റെ പെർസെന്റ് എറർ എഴുതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ഏരിയയുടെ പെർസെന്റ് എറർ നമ്മൾ എങ്ങനെ എഴുതും? ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. ഉണ്ടോ? ഇങ്ങനെ വരും. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഫറൻസിയേഷനൊക്കെ നെക്സ്റ്റ് ഇയർ അല്ലേ പഠിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങളൊരു പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കുക, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, ഇതിൻ്റെ പവർ എത്രയാണെന്ന് നോക്കുക, അത് താഴെ എഴുതുക. ഇതിൻ്റെ പവർ ഇവിടെ എഴുതുക, ഇൻറ്റു പവർ 2 അല്ലേ? 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 എത്രയാണ്? 0.6 അല്ലേ? 0.6 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 0.6 എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 1.2%. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഏരിയയിൽ ഉണ്ടാകുന്ന പെർസെന്റ് എറർ. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ വേറെ 1-2 സബ് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിലാണ് അവർ ചോദിച്ചേക്കുന്നത് എന്താ? ഏരിയയുടെ പെർസെന്റ് എറർ അവർ ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താ? പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഓക്കെ, ഇത് എ പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ടായിരുന്നു. രണ്ടാമത്തെ പാർട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാമല്ലോ. ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ പാർട്ടിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. നോക്കും, ഇത് കണ്ടോ? ഞാനൊരു ഇക്വേഷൻ എഴുതാം. F = mv²/r. ഭയങ്കര ഫേമസ് ഇക്വേഷൻ ആണ്, സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. F = mv²/r. അപ്പോൾ ചോദിച്ചേക്കുന്ന ഈ ഇക്വേഷനിലേക്ക് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. നോക്കുക, ഇത് ഫോഴ്സ് അല്ലേ? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ml(T⁻²). That is equal to മാസിന്റെ ഡയമെൻഷൻ എന്താ? m. വെലോസിറ്റി ഡയമെൻഷൻ എന്താ? l(T⁻²) the whole square divided by ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ? l. നോക്കുക, m ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. ഇത് മൾട്ടിപ്ലൈഡ് ആവും. l⁻², -1 × 2 T⁻², ഡിവൈഡ് ബൈ l. ഈ l ക്യാൻസൽ ആവും. ഉണ്ടോ? അപ്പോൾ എങ്ങനെ എന്ത് വന്നു? ml(T⁻² = ml(T⁻²). അത് LHസിലെ ഡയമെൻഷനും RHസിലെ ഡയമെൻഷനും എന്തായി? സെയിം ആയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളിന്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും സെയിം ആയി. അപ്പോൾ ആ പ്രിൻസിപ്പിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പാർട്ട് ഏതാ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ അവരുടെ ഡെസിമൽ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്നുള്ളതാണ് അവർ ചോദിച്ചേക്കുന്നത്. നോക്കാം, 0.00820. 0.00820. ഉണ്ടോ? യൂണിറ്റ് അതാണ് ജ്യൂസ് അല്ലേ? അതെങ്ങനെ? അതെ.
അപ്പൊ നോക്കിയോ, സിഗ്നിഫിക്കൻസ് ഇപ്പൊ ഇതിനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പോയിന്റ് കഴിഞ്ഞിട്ട് സീറോസ് വന്നാൽ അതൊന്നും എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തുടങ്ങി സിഗ്നിഫിക്കന്റ് ആവുന്നു. അപ്പം ഇത് സിഗ്നിഫിക്കന്റ് അല്ല, ഇത് സിഗ്നിഫിക്കന്റ് അല്ല, ഇത് സിഗ്നിഫിക്കന്റ് ആണ്, ഇത് സിഗ്നിഫിക്കന്റ് ആണ്, ഇത് ഈ നമ്പറിന്റെ ഒരു ആക്യുറസി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ സീറോ എന്ന് പറയുന്നത് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇവിടെ സിഗ്നിഫിക്കന്റുകളുടെ എണ്ണം എത്രയാണ്, 3. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങളിപ്പോ ഇങ്ങനെ വരുവാണെങ്കിലോ, 1.00 വരുവാണെങ്കിലോ, ചെയ്യാമെങ്കിൽ ഇത് സിഗ്നിഫിക്കന്റ് ആണ്. ഈ സീറോസും ഒക്കെ ഇതിന്റെ ആക്യുറസി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള സിഗ്നിഫിക്കൻസ് ഇത്ര. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, സിഗ്നിഫിക്കൻസ് കണ്ടുപിടിക്കുന്നത്. ബാക്കിയുള്ള റൂൾസ് നോക്കുക, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുക, ഇത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചേക്കുന്നത് എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പോൾ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യനിൽ അടുത്ത പാർട്ടാണ്. അപ്പോൾ അവരൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിങ്ങനെയാണ് ലൈൻ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. അതായത് വെലോസിറ്റിയും ടൈമും തമ്മിലാണ് ഗ്രാഫ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, വെലോസിറ്റിയും ടൈം തമ്മിലാണ് ഗ്രാഫ് കണക്ട് ചെയ്തേക്കുന്നത്. സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് തരത്തിലുള്ള മോഷൻ ആണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള മോഷനാണ്, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ വരികയാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ആക്സലറേഷൻ സെയിം ആയിരിക്കും. നോക്കിയാൽ നിങ്ങൾ അറിയാലോ, ഇപ്പോൾ ഈ പോയിന്റ് സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു, ഈ പോയിന്റിന്റെ സ്ലോപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 5 ആണെങ്കിൽ ഈ പോയിന്റിന്റെ സ്ലോപ്പ് എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്ര തന്നെ ആയിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ചെയ്യത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, യൂണിഫോം ആയിരിക്കും. സെയിം, യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ, സെയിം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എല്ലാം ഉള്ള ആക്സലറേഷൻസ് എല്ലാം എന്ത് തന്നെ ആയിരിക്കും, സെയിം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ട്രൈറ്റ് ലൈൻ വരികയാണെങ്കിൽ അത് എപ്പോഴും എന്ത് തരത്തിലുള്ള മോഷനാണ്, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് റിലേഷൻ കണക്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും ടൈമും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതാനാണ് അവർ ചോദിച്ചേക്കുന്നത്. നോക്കാം, ദ വെലോസിറ്റി, ദ ടൈം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ്, സോറി, ഡിസ്പ്ലേസ്മെന്റ് ടൈമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതാനാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി, നമ്മൾ സാധാരണ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ആണ് എടുക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും എത്രയാണ്, u. ഫൈനൽ വെലോസിറ്റി എത്രയാണ്, v. ആവറേജ് അല്ലേ, അപ്പോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്താ, ടൈം. ഓക്കെ, ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇനിഷ്യൽ വെലോസിറ്റി എന്തായി പോകും, 0 ആയി പോകും. അപ്പം എന്ത് ഇക്വേഷൻ, s = 0 അല്ലേ, ½ ഇൻറ്റു v ഇൻറ്റു t. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വന്നതാണ്, ½ ഇൻറ്റു v ഇൻറ്റു t എന്ന് പറഞ്ഞ ഇക്വേഷൻ വന്നേക്കുന്നതാണ്. അപ്പോൾ അതാണ് അവർ ചോദിച്ചേക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ. നമ്മൾ ആദ്യത്തെ ചോദ്യം കണ്ടുപിടിച്ചു, ഡിറൈവ് റിലേഷൻ കണക്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം. കണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ടൈമും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട്, ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്ന ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പൊ ഇത് ഇങ്ങനെയല്ല ഗ്രാഫ്, ഇങ്ങനെ ആയിരുന്നെങ്കിലും ഇത് ഇനിഷ്യൽ വെലോസിറ്റി എടുക്കും, ഫൈനൽ വെലോസിറ്റി, ഇവിടുന്ന് ഇവിടം വരെ എത്താൻ എടുത്ത സമയമാണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനകത്ത് എന്ത് വരും, u + v എന്ന് തന്നെ ഇടും. അപ്പോൾ ഈ വരും. അപ്പൊ ഈ ഇവിടെ വിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് എന്തും കൂടെ വരും, u കൂടെ വരും. അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ളൂ. മൂന്നാമത്തെ പാർട്ട് എന്താ പറയുക ചോദിച്ചേക്കുന്നത്, റേഷ്യോ വെലോസിറ്റി ടു സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ്. ഓക്കെ, ഓപ്ഷൻസ് അതുണ്ട് കേട്ടോ. റേഷ്യോ വെലോസിറ്റി ടു സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ്. ഓക്കെ, നിങ്ങൾ തന്നെ പറയാം, വെലോസിറ്റി ആണോ സ്പീഡാണോ എപ്പോഴും കൂടുതൽ. നോക്കാം, ഓർത്തിരിക്കണം, വെലോസിറ്റി എപ്പോഴും സ്പീഡിനേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. വെലോസിറ്റി എപ്പോഴും ഒന്നെങ്കിൽ ചിലപ്പോൾ സ്പീഡിനോട് ഈക്വൽ ആവും, അല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, ലെസ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അതങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഇതുമായിട്ട് കമ്പയർ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് അറിയോ, ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇതുപോലെ തന്നെയാണ്. എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ വാല്യൂ എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഏതായിരിക്കും, കറക്റ്റ് ഏതായിരിക്കും, 1 വരത്തില്ല, ഗ്രേറ്റർ ദാൻ 1 വരത്തില്ല, പിന്നെ വരുന്ന ഏതാ,
either less than or equal to എന്തായിരിക്കും 1. ഇതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത് ഇതാണ്. നമ്മളൊരു ബോഡീനെ പ്രൊജക്റ്റ് ചെയ്യണം എയറിലോട്ട്. ക്വസ്റ്റ്യൻ കാണാമല്ലോ നിങ്ങൾക്ക്, അത് വായിക്കാം. ഞാനൊന്ന് വായിക്കാം. when a body is projected into the air with certain initial velocity making an angle with the horizontal, okay, it will travel in a parabolic path. ശരി, what are the vertical and horizontal components of velocity? അതുപോലെ തന്നെ അവർ ചോദിച്ചിരിക്കുന്ന വേറൊരു ചോദ്യമാണ്. വിത്ത് എ ഡയഗ്രാം ഡെറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ്. പിന്നെ ഒരു പാർട്ടുകൾ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം, നോക്കാം. നമ്മുടെ ഗ്രാഫ്. അപ്പോൾ നമ്മളൊരു ബോഡീനെ ഒരു വെലോസിറ്റിയിൽ വലിച്ചെറിഞ്ഞു. ഓക്കെ, ഇത് വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോഡി പോയ പാത്ത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളത് ഒരു പാരബോളിക് പാത്താണ്. ഇതാണ് പാരബോളിക് പാത്ത്. വെലോസിറ്റി u, ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ. ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ. നമ്മുടെ വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, ഇത് ഈ ബോഡി അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വെലോസിറ്റിയാണ്. മാക്സിമം വെലോസിറ്റി അല്ല, ബോഡി അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്. ഇത് ഈ ബോഡി പോകുന്ന മാക്സിമം ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടലായിട്ട് ബോഡി പോകുന്ന മാക്സിമം ഡിസ്റ്റൻസ് നമ്മൾ അതിനെ റേഞ്ച് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ് പഠിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കും. വെലോസിറ്റി ഇതൊരു വെക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ വെക്ടറിനെ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. രണ്ട് കോമ്പണൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. എങ്ങനെ റിസോൾവ് ചെയ്യുന്ന നോക്കും. നമ്മുടെ ഈ നമുക്ക് പല രീതിയിൽ പഠിക്കാം. ഇത് കണ്ടോ, ഇതൊരു വെക്ടറാണ് എ. ഇത് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അങ്ങനെയാണ് നിങ്ങൾ ഒരു ട്രയാംഗിൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം. കണ്ടോ? അപ്പോൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഏതാണ്? എക്സ് ആക്സിസിലെ കോമ്പണന്റ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കോസ് തീറ്റ എന്നെടുക്കുക. കോസ് തീറ്റ കണ്ടോ? കോസ് തീറ്റ. കോസ് തീറ്റയുടെ ഫോർമുല ഏത്? ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വിചാരിക്കും. എക്സ്. അപ്പോൾ കോസ് തീറ്റ ഈസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു വരും എ കോസ് തീറ്റ. കണ്ടോ? അതുപോലെ നിങ്ങൾക്ക് y ആണ് വേണ്ടതെങ്കിലോ, ഇത് y ആണെന്ന് വിചാരിക്കും. ഇത് തന്നെയാണല്ലോ, ഇത് സെയിം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് y ആണെങ്കിൽ നിങ്ങൾ കോസ് തീറ്റ എടുത്തിട്ട് കാര്യമില്ല. എന്തെടുക്കണം? സൈൻ തീറ്റ. ഉണ്ടോ? സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ ഫോർമുല എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതാണ് എ. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ആരാ? ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാ? എ. ക്രോസ് മൾട്ടിപ്ലൈ ആ. അപ്പോൾ എന്ത് കിട്ടും? എ സൈൻ തീറ്റ. ഉണ്ടോ? അപ്പം നമ്മൾ രണ്ട് കണ്ടുപിടിച്ചെടുത്ത് കണ്ടോ? എക്സ് കണ്ടുപിടിച്ചെടുത്തു, അതുപോലെ തന്നെ എന്തും കണ്ടുപിടിച്ചെടുത്തു, വൈയും കണ്ടുപിടിച്ചെടുത്തു. ഇതൊന്നും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. ഇതൊരു വെക്ടറാണ്. വെക്ടറിന്റെ എക്സ് കോമ്പണന്റ് ആണ് വേണ്ടത്. നമ്മുടെ വെക്ടർ ഏത് ആക്സിസുമായിട്ടാണോ ആംഗിൾ പങ്കിടുന്നത്. ഉണ്ടോ? ഈ വെക്ടർ നമ്മുടെ എക്സ് ആക്സുമായിട്ടല്ല ആംഗിൾ പങ്കിടുന്നത്. എപ്പോഴും ആ ആക്സിസിൽ എന്തേ വരത്തുള്ളൂ? കോസ്. അപ്പം എന്ത് വന്നു? യു കോസ് തീറ്റ ഒന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്താൽ നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിന്റെ വൈ കോമ്പണന്റ് ആണ് വേണ്ടതെങ്കിൽ എന്ത് വരും? യു വൈ. യു വൈ സിക്വൽ ടു എന്ത് വരും? യു സൈൻ തീറ്റ. ഇതാണ് യു സൈൻ തീറ്റ. ഉണ്ടോ? ഇതാണ് എന്ത്? യു കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ അവർ ആദ്യം ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാണ്. അതായത് ഈ വെലോസിറ്റിനെ രണ്ട് കോമ്പണന്റ് ആയിട്ട് സോൾവ് ചെയ്ത് മാറ്റാനാണ് പറഞ്ഞത്. എക്സ് കോമ്പണന്റ് ആയിട്ട് സോൾവ് ചെയ്ത് മാറ്റുക, വൈ കോമ്പണന്റ് ആയിട്ട് സോൾവ് ചെയ്ത് മാറ്റുക. എക്സ് കോമ്പണന്റ് ആയിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? യു കോസ് തീറ്റ. വൈ കോമ്പണന്റ് ആയിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? യു സൈൻ തീറ്റ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ശരി, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് ക്ലിയർ ചെയ്യണേ. ബാക്കി കാര്യങ്ങൾ എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്? എന്താ അവർക്ക് വേണ്ടത്? മാക്സിമം ഹൈറ്റിന് ഇക്വേഷൻ ആണ് വേണ്ടത്. മാക്സിമം ഹൈറ്റ്. അപ്പോൾ മാക്സിമം ഹൈറ്റിലോട്ട് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തുള്ള ആക്സിലറേഷൻ മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ ആക്സിലറേഷൻ അല്ലേ? എല്ലാ ബോഡിയും ഭൂമിയിലോട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആക്സിലറേഷൻ ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ജി സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി. ഓക്കെ, ഇത് താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചെടുക്കാം. ഹൈറ്റ്, മാക്സിമം ഹൈറ്റ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിച്ചെടുക്കാം? നമ്മൾ അതിന് ഏതെങ്കിലും ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഡി സ്ക്വയർ ഇസ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് അറിയാം. ഇവിടെ ഇപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുന്നത് എന്തിലാണ്? യൂണിഫോം ആക്സലറേഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് എല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2g ഡിസ്പ്ലേസ്മെന്റ്. ബോഡിയുടെ മാക്സിമം ഹൈറ്റ്. നമുക്ക് വേണ്ടത് ഈ ബോഡിയുടെ ഹൈറ്റ് മാത്രമാണ് കേട്ടോ. അപ്പം h. ഓക്കെ, ഇനി നോക്കാം നമുക്ക് ഫൈനൽ വെലോസിറ്റി. നോക്ക്, ഇവിടെ നമ്മൾ വി ആർ കൺസിഡറിങ് ഓൺലി നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ബോഡിയുടെ എന്തിന് മാത്രമാണ്? ഹൈറ്റ് മാത്രമാണ്. കൺസേൺ എന്ന് പറയുന്നത് ഹൈറ്റ് മാത്രമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് മാത്രം കൺസേൺ ആണ്? ഹൈറ്റ് മാത്രമാണ് നമ്മൾ കൺസേൺ ആയിട്ടുള്ളത്. ഓക്കെ, നോക്കാം.
അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കോളാം. ബോഡിയുടെ ഹൈറ്റ് ആണ് നമുക്ക് കൺസേൺ ആയിട്ടുള്ള കാര്യം. അപ്പോ നിങ്ങൾ നോക്കാം, ബോഡിനെ ലിഫ്റ്റ് ചെയ്യുന്നത് വെലോസിറ്റിയുടെ ഏത് കോമ്പണന്റ് ആണ് നോക്കി. ഈ കോമ്പണന്റ് അല്ലേ ബോഡിനെ ലിഫ്റ്റ് ചെയ്യുന്ന മുകളിലോട്ട്. ഈ കോമ്പണന്റ് ബോഡിനെ എന്ത് ചെയ്യാണ്, മുന്നോട്ട് കൊണ്ടുപോകാണ് ശരിക്കും പറഞ്ഞാൽ. ബോഡിയുടെ ഹൈറ്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് കോമ്പണന്റിനെയാണ്, യു സൈൻ തീറ്റ ആണ്. കാര്യം യു സൈൻ തീറ്റയാണ് വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് ഈ യു സൈൻ തീറ്റ ഇനിഷ്യലി ഉണ്ട്, പക്ഷെ മുകളിലോട്ട് പോകുന്നതോറും യു സൈൻ തീറ്റ എന്ത് പറ്റും, കുറഞ്ഞ് അവസാനം ഇവിടെ വരുമ്പോൾ യു സൈൻ തീറ്റ എന്തായി പോകും, 0 ആയി പോകും. മാക്സിമം ഹൈറ്റ് എത്താൻ നേരത്ത് യു സൈൻ തീറ്റ എപ്പോഴും ആൻസർ എത്രയാണ്, 0. മാക്സിമം ഹൈറ്റിൽ എന്തില്ല, യു സൈൻ തീറ്റ എന്തായി മാറും, 0 ആയി മാറും. പക്ഷേ ആ സമയത്തും ബോഡിക്ക് വെലോസിറ്റി ഉണ്ട്. ഏത് വെലോസിറ്റിയാണ്, എക്സ് കോമ്പണന്റ് എത്രയാണ്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം അതായത് മാക്സിമം ഹൈറ്റിൽ എത്താൻ നേരത്ത് ഇതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടാവും, പക്ഷെ വെർട്ടിക്കൽ കോമ്പണന്റ് എത്രയായിരിക്കും, 0 ആയിരിക്കും. കാര്യം ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റിന് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഓരോ പാത്തിൽ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ കോമ്പണന്റ് ഡിക്രീസ് ചെയ്ത് എത്ര വാല്യൂലോട്ട് വരും, 0 വാല്യൂലോട്ട് വരും. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് പ്രസന്റ് ആയിരിക്കും, എത്രയാ, യു കോസ് തീറ്റ. അപ്പൊ ആദ്യം അവർ ചോദിച്ച ചോദ്യം എന്താണ്, രണ്ട് കോമ്പണന്റ് റിസോൾവ് ചെയ്ത് മാറ്റാൻ നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്, അവർക്ക് വേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഹൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ഏത് ടേമാ, വൈ കോമ്പണന്റ്. എക്സ് കോമ്പണന്റ് അല്ല ഇതിന്റെ ഹൈറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏത് കോമ്പണന്റാ, വൈ കോമ്പണന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഫൈനൽ ആയിട്ടുള്ള വെലോസിറ്റി. ഇവിടെ വെച്ചുള്ള വെലോസിറ്റി നമുക്കറിയാം യു സൈൻ തീറ്റ. ഇവിടെ വെച്ചുള്ള വെലോസിറ്റി എത്രയാണ്, 0. അപ്പൊ അത് ഇവിടെ വെച്ചുള്ള ഫൈനൽ വെലോസിറ്റി നമ്മൾ YX മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. YX മാത്രമേ കൺസിഡർ ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയായി മാറും, 0 ആയി മാറും. ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി. ഇത് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത് എക്സ് കോമ്പണന്റ് ആണ്. നമ്മൾ ഹൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എന്ത് കോമ്പണന്റ് ആണ്, വൈ കോമ്പണന്റ്. ഓക്കെ, അപ്പം യുവിന്റെ വാല്യൂ എത്ര വരും, യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് എപ്പോഴും താഴത്തോട്ടല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ താഴത്തോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിന് എന്ത് സൈനാണ് കൊടുക്കുന്നത്, നെഗറ്റീവ് സൈൻ. നിങ്ങൾക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ അറിയാമല്ലോ. താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന കോമ്പണന്റ് എല്ലാം എന്തായിരിക്കും, നെഗറ്റീവ്. മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന കോമ്പണന്റ് എല്ലാം എന്താ, പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. 2 ഇൻറ്റു മൈനസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എച്ച്, മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക. സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇപ്പുറത്തോട്ട് വന്നിട്ട് എന്തൊരു മൈനസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മൈനസ് ഉണ്ട് ഈക്വൽ ടു എച്ച്. നമ്മൾ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ടേമിനെ താഴത്തോട്ട് കൊണ്ടുവച്ചു. മൈനസ് എന്ത് വെച്ചു, ക്യാൻസൽ ആയി. അപ്പം എച്ചിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താണ്, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ. ഓക്കെ, നമ്മൾ ഹൈറ്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. എനിക്ക് ക്ലിയർ അല്ലേ, ഒന്നുകൂടെ നിങ്ങൾ കേട്ട് നോക്കാം കേട്ടോ. ഞാനിത് വായിക്കുകയാണേ. മാക്സിമം ഹൈറ്റ് അടുത്ത ഡെറിവേഷനിലോട്ട് പോകാം. അടുത്ത ഡെറിവേഷൻ എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം. ഓക്കെ, എത്ര സമയം ഇത് എയറിലുണ്ട്, അതാണ് ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. എത്ര സമയം നമ്മുടെ ബോഡി എയറിലുണ്ട്, അതാണ് എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്. നോക്കാം, ഇവിടെ നിന്ന് ബോഡിയുടെ വെലോസിറ്റി വൈ കോമ്പണന്റ് ആണ് കേട്ടോ, യു സൈൻ തീറ്റ. അത് ഇവിടെ എത്തുമ്പോൾ വൈ കോമ്പണന്റ് എത്രയായി മാറി, 0 ആയി മാറി അല്ലെ. പിന്നെ ഇങ്ങോട്ട് വരുന്നതോറും വൈ കോമ്പണന്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷെ എക്സ് കോമ്പണന്റിന് ഒരു മാറ്റമില്ല. അത് ഇവിടെ വെച്ചും യു കോസ് തീറ്റയാണ്, ഇവിടെ വെച്ച് യു കോസ് തീറ്റയാണ്, ഇവിടെ ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ യു കോസ് തീറ്റയ്ക്ക് ഒരു മാറ്റമില്ല. ഏത് കോമ്പണന്റ് മാത്രമേ മാറ്റമുള്ളൂ, യു സൈൻ തീറ്റ. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉള്ളൂ. ടൈം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് കോമ്പണന്റിനെ മാത്രമാണ്, യു സൈൻ തീറ്റനെ മാത്രമാണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, യു കോസ് തീറ്റ. യു സൈൻ തീറ്റ എത്ര പെട്ടെന്ന് ചേഞ്ച് ആവുമോ അതിനനുസരിച്ച് എന്തും മാറും, ടൈമും ചേഞ്ച് ആവും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. നോക്കിയോ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം എടുക്കാം. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നോക്കിയോ, ഇത് വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ടൈം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് കോമ്പണന്റ് എടുക്കണം, വൈ ആക്സ് എടുക്കണം. കാര്യം വൈ കോമ്പണന്റ് ആണ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈം വൈ ആക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 0. എന്താ സംഭവം എന്ന് വെച്ചാൽ നോക്കി, ഇവിടെ വെച്ചുള്ള വൈ കോമ്പണന്റ് എത്രയാണ്, ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വൈ കോമ്പണന്റ് എത്രയാണ്, വൈ കോമ്പണന്റ് 0 അല്ലേ. ഇവിടെ എക്സ് കോമ്പണന്റ് എന്ത് വേണമല്ലോ ആയിക്കോട്ടെ, വൈ കോമ്പണന്റ് 0 അല്ലേ. ബോഡി ഇവിടെ എത്തുമ്പോഴും ബോഡിയുടെ വൈ കോമ്പണന്റ് എത്രയാണ്, 0. വൈ കോമ്പണന്റ് ചേഞ്ച് ചെയ്യുന്നില്ല,
അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ വെച്ച് നിങ്ങൾ എടുക്കുമ്പോൾ y കോമ്പണന്റ് 0 ആയിരിക്കും. ഗ്രാഫ് അല്ലേ, ഇവിടുത്തെ y കോമ്പണന്റ് 0 ആണ്, ഇവിടുത്തെ y കോമ്പണന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത് എങ്ങനെ അറിയാലോ, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഇപ്പൊ രണ്ട് ചേഞ്ച് ഇല്ലെങ്കിൽ ആൻസർ എത്ര തന്നെ 0. ഓക്കെ, ഇസ് ഈക്വൽ ടു വെലോസിറ്റി എന്താണ് u sin θ മൈനസ് u sin θ. ടൈം എത്രയാ, ടൈമാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ എങ്ങോട്ടാക്കി ഉണ്ടാകുള്ളൂ, അപ്പൊ അതിന്റെ സിഗ്നൽ എന്താ, മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, സിംപ്ലിഫൈഡ് ഈക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് ടൈമിലോട്ട് എത്താൻ പറ്റും. ഇപ്പുറത്ത് ഷിഫ്റ്റ് ചെയ്യാം, മൈനസ് യു സൈൻ തീറ്റ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു മൈനസ് ഉണ്ട്, മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ ടിയും ക്യാൻസൽ ആയി പോകും, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ക്രോസ് മൾട്ടിപ്ലൈ 2u സൈൻ തീറ്റ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അപ്പൊ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇതാണ് എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ടൈം ഓഫ് ലൈറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയല്ലോ, ഏതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡയഗ്രാം, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ, മാക്സിമം ഹൈറ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത്, അതുപോലെ തന്നെ എന്ത് ഡിറൈവ് ചെയ്തു, ടൈം ഓഫ് ലൈറ്റും ഡിറൈവ് ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താ, a ball is dropped through the window of a train traveling with high velocity to a man standing near the truck, the board. അത് അതിൻ്റെ അകത്ത് ഓപ്ഷൻ വരുന്നൊരു ട്രെയിനിന് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ ബോൾ എന്ത് പാത്തായിട്ടായിരിക്കും തോന്നുന്നത്, അതൊരു പാരബോളിക് പാത്തായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു പറഞ്ഞ ചോദ്യം ഇതാണ്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. Force is required to lift a body from the ground to a high touch and work is measured as a product of force and magnitude of displacement. Okay, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബോഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് അവര് ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാണ്, നെയിം ദ എനർജി പോസസ്ഡ് ബൈ ദ ബോഡി ആൻഡ് മാക്സിമം ഹൈറ്റ്. അത് കൂടാതെ തന്നെ അവര് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ചോദ്യമാണ്. മാക്സിമം ഹൈറ്റിൽ ബോഡിക്ക് ഉണ്ടാകുന്ന എനർജി ഏതായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കട്ടെ. മാക്സിമം ഹൈറ്റിൽ ബോഡിക്ക് ഉണ്ടാകുന്ന എനർജി, മാക്സിമം ഹൈറ്റിൽ ബോഡിക്ക് ഉണ്ടാകുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്, എനർജി വെച്ചാൽ മാക്സിമം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ഇൻക്രീസ് ആവുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി അവർ വേറെ ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഇക്വേഷൻ നമ്മൾ എഴുതിയല്ലോ, പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച്. ഇനി എ മാൻ ഓഫ് 60 കിലോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മളൊരു മാൻ എടുക്കും, ഒരു ആള്. അപ്പൊ ഇയാള് എത്ര കിലോഗ്രാം, അയാളുടെ മാസ് 60 കിലോഗ്രാം മാസ്, 60 കിലോഗ്രാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ക്യാരീസ് എ സ്റ്റോൺ ഓഫ് മാസ് 20 കിലോഗ്രാം. ഓക്കെ, ഇയാളുടെ ഒരു സ്റ്റോൺ ഉണ്ട്, ശരി, അത് എത്ര കിലോഗ്രാമാ, 20 കിലോഗ്രാം. ശരി, എന്നിട്ട് ഇയാളൊരു ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഇതായിക്കോട്ടെ ബിൽഡിംഗ്, നമ്മൾ സ്റ്റെപ്പ് കയറി ഇവിടെ എത്തുകയാണ്. ഇത് ബിൽഡിങ്ങിന്റെ ടോപ്പ് പൊസിഷൻ ആണെന്ന് വിചാരിക്കാം. ഇയാൾ കല്ലുമായിട്ട് ഇവിടം വരെ എത്തി. ഓക്കെ, ഇവിടുന്ന് നടന്ന് ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ വെച്ച് ഇയാള് ഇവിടെ വരെ ഇയാൾ പോയിട്ടുള്ളൂ. അപ്പൊ അവിടെ വെച്ചുള്ള ഇയാളുടെ ടോട്ടൽ എനർജി എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. അതായത് കാൽക്കുലേറ്റ് ടോട്ടൽ എനർജി സ്പെൻഡ് ബൈ ഹിം. ഇയാൾ സ്പെൻഡ് ചെയ്ത എനർജി, ഇയാൾ ഇവിടം വരെ എത്തുമ്പോൾ ഇയാൾ സ്പെൻഡ് ചെയ്ത് എത്രയാണ് എനർജി എന്നുള്ളതാണ് ചോദ്യം. എനർജി ഈസി അല്ലേ, പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അപ്പൊ എന്താണ് എം ജി എച്ച്, അപ്പം അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, എം. അപ്പൊ എം എന്തെടുക്കണോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു ഡൗട്ട്. അപ്പൊ നോക്കിക്കോ, ഒരാള് ഈ ഇതിന്റെ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറി പോകുമ്പോൾ അയാള് സ്റ്റോൺ കൊണ്ടുപോകുന്നുണ്ട്, അയാളെ തന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ അതിനും അയാൾ എനർജി സ്പെൻഡ് ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ മാസ് എടുക്കുമ്പോൾ നമ്മൾ 20 എടുക്കരുത്. 20 എടുത്താൽ അയാൾ ഈ സ്റ്റോൺ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എനർജി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കുന്ന ചോദ്യത്തിലൊരു ഇത് പറഞ്ഞേക്കുന്നതാണ് കാൽക്കുലേറ്റ് ടോട്ടൽ എനർജി എന്നാണ് പറഞ്ഞേക്കുന്നത്. ടോട്ടൽ എനർജി വരാൻ എന്ത് ചെയ്യണം, 2 മാസം എടുക്കണം. 60 + 20 എത്രയാണ്, 80. അപ്പൊ 80 ഇൻറ്റു ജിയുടെ വാല്യൂ നിങ്ങളുടെ ഉണ്ടല്ലോ 10, 9.8. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം, ഒരു പ്രത്യേകിച്ച് വാല്യൂസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത എന്താ ഉള്ളത്, ഹൈറ്റ് എത്രയാണ്, 50. അപ്പം 8 × 5 എത്രയാണ്, 4 അല്ലേ, 40. എനർജി അല്ലേ, അപ്പൊ യൂണിറ്റ് എന്താ, അപ്പൊ അതാണ് ഇല്ലാതെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ടോർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ, നിങ്ങൾ വായിക്കാം, ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. ടോർക്ക് അനലോഗി ഓഫ് ഫോഴ്സ് ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, റൊട്ടേഷണൽ അനലോഗി ആണ്. റൊട്ടേഷണൽ അനലോഗി ഓഫ് ഫോഴ്സ് ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്, ഓൾസോ കോൾഡ് ടോർക്ക്. ശരി,
ഓക്കെ, നമ്മൾ ഈ അനലോഗി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് കുറേ ഇക്വേഷൻസ് ഉണ്ട്. അത് ലീനിയർ ട്രാൻസ്ലേറ്ററി മോഷനിലും റൊട്ടേറ്ററി മോഷനിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ F is equal to mn. ഇത് നമ്മൾ ട്രാൻസ്ലേറ്ററി മോഷൻ്റെ അത് ഉപയോഗിക്കണം. നമുക്ക് ഇതിൻ്റെ റൊട്ടേറ്ററി മോഷനിലോട്ട് വരാനവർക്ക് നമ്മൾ ഫോഴ്സ് എന്ന് പറയത്തില്ല, അതിന് പകരം ടോർക്ക് എന്ന് പറയും. ഉണ്ടോ? ടോർക്ക്. അപ്പോൾ മാസിനെ നമ്മൾ റൊട്ടേഷനില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഐ. ഇതിൻ്റെ അനലോഗിയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന മാസ്, ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആക്സലറേഷൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫ. ഉണ്ടോ? നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ഇക്വേഷൻ രണ്ടെണ്ണത്തിന്. ഇപ്പോൾ എഫിസിക്കലിൻ്റെ എണ്ണയാണെങ്കിൽ ഇതിനെ നമ്മൾ ട്രാൻസ്ലേറ്ററി മോഷനിലാണ് നമ്മൾ എഫിസിക്കലിൻ്റെ എണ്ണ എന്ന് പറയുന്നത്. റൊട്ടേറ്ററി മോഷനിൽ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ടോർക്ക് ഫിസിക്കൽ ടു ഐ ആൽഫ. മാസിന് അനലോഗി ആരാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആക്സലറേഷൻ അനലോഗി ആരാ? ആൽഫ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാം. നമുക്ക് എല്ലാ ഇക്വേഷൻസിനെയും കമ്പയർ ചെയ്യാം, ഇതുപോലെ തന്നെ സെയിം ഇതിൽ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതാണ് ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് ഈസ് മാക്സിമം വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ഓക്കെ, അപ്പോൾ ഒരു ആർ തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്ന ടോർക്ക് മാക്സിമം എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഫിസിക്കൽ ടു ആർ എഫ് സൈൻ തീറ്റ അല്ലേ? അപ്പോൾ ടോർക്ക് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ എന്ത് മാക്സിമം ആണ്? നമ്മുടെ ഇതിനകത്ത് നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള ഒരു ടേം എന്താണ്? തീറ്റയാണ്. ഓക്കെ, അപ്പോൾ തീറ്റ മാക്സിമം വരണമെന്നുണ്ടെങ്കിൽ തീറ്റ മാക്സിമം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ടോർക്ക് മാക്സിമം ആവുന്നത് എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിലാണ്. ഇതാണ് അവരുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്, നമുക്ക് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വീൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഒരു വീല് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ലീനിയർ ആയിട്ട് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്തെന്ന് വെച്ചാൽ യു. ഓക്കെ, ഫൈനൽ വെലോസിറ്റിയോ വി. ട്രാൻസ്ലേറ്ററി മോഷൻ, ലീനിയർ മോഷൻ. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി എന്താ? വി. നമ്മൾ റൊട്ടേഷനോട്ട് വരാൻ ഇതിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യും? ഒമേഗ 0യും ഒമേഗ. ചിലപ്പോൾ ഈ സിമ്പിൾസ് ഒക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് ഒമേഗയാണ് നമ്മൾ വെലോസിറ്റി ആയിട്ട് പൊതുവെ റെപ്രസെന്റ് ചെയ്യാറ്. ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഇതെന്താ? ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻ അവർ പറയുന്നുണ്ട് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0. കുറച്ച് സമയം കഴിയുമ്പോൾ വെലോസിറ്റി എത്രയായി? 10 റേഡിയൻ പെർ സെക്കൻഡ്. 10 അതിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയത്തില്ല, അതുപോലെ ഇവിടെ റേഡിയൻ പെർ സെക്കൻഡ്. ഇനിഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 10 റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അവർ പറയുന്നത് ഈ വെലോസിറ്റി ആവാൻ എടുത്ത സമയം 2 സെക്കൻഡ്സ്. അപ്പോൾ ടൈം എത്ര സെക്കൻഡ്സ്? 2 സെക്കൻഡ്സ്. ഓക്കെ, പിന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ വീൽ ഈസ് 0.4 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനർഷ്യ 0.4 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ഇത് ഏതിന്റെ അനലോഗിയാന്ന് അറിയാലോ? മാസിന്റെ അനലോഗി അറിയാം. ഇനി എന്താ അവർ ചോദിച്ചേക്കുന്നത്? കാൽക്കുലേറ്റർ ടോർക്ക്. ടോർക്കാണ് അവർ ചോദിച്ചേക്കുന്നത്. ടോർക്ക് നമുക്ക് ഈക്വേഷൻ ഉപയോഗിക്കാമല്ലോ. ടോർക്ക് ടോയ്സിക്കൽ ഐ ഇൻറ്റു ആൽഫ. ആൽഫ നമ്മുടെ ഉണ്ടോ? ഇല്ല, ആൽഫ ഇല്ല. പക്ഷെ നമ്മുടെ ഒമേഗകളുണ്ട്. ഒമേഗ ഉണ്ടെങ്കിൽ നമുക്ക് ആൽഫയിലോട്ട് എത്തിക്കാൻ പറ്റും. എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കിയോ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ ആക്സലറേഷൻ? വാട്ട് ഈസ് ആക്സലറേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? അതല്ലേ ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. നമ്മുടെ ഇവിടെ വെലോസിറ്റികൾ നമ്മുടെ ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. ഇത് ലീനിയർ മോഷനിലാണ്. റൊട്ടേഷൻ മോഷനിൽ വരുമ്പോൾ ഒമേഗ ടി മൈനസ് ഒമേഗ 0 ഡിവൈഡ് ബൈ ടി വരും. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 10. ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ? ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 2. അപ്പോൾ ആൻസർ എത്ര വന്നു? 5. ആക്സലറേഷൻ കേട്ടോ 5. ഇവിടെ വരുന്നത് ആക്സലറേഷൻ വന്നാൽ എത്രയാണ്? 5 ആണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. നമുക്ക് ടോർക്കാണല്ലോ വേണ്ടത്. ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ. എത്രയാണ്? 0.4 ഇൻറ്റു ആക്സലറേഷൻ എത്രയാണ്? 5 ഇൻറ്റു 4 എത്രയാണ്? 2. ടോർക്ക് കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ടോർക്ക്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഒരു ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇപ്പോൾ 2 മെറ്റീരിയൽസ് ആണ് നമുക്കിവിടെ വരച്ചേക്കുന്നത്. മെറ്റീരിയൽ എയും ഇതെന്താ മെറ്റീരിയൽ ബി. ചോദ്യം ഇതാണ്, വിച്ച് മെറ്റീരിയൽ ഇസ് മോർ ഡക്ടൈൽ? ഏത് മെറ്റീരിയലാണ് കൂടുതൽ ഡക്ടൈൽ ആയിട്ടുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഡക്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ലെങ്ത് ആണ് ഉണ്ടാവേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒന്ന് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ഡക്ടൈൽ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. നമ്മളിത് സ്ട്രെസ് കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഇത് ഈ ലെങ്താണ് അക്യൂർ ചെയ്തെങ്കിൽ നമ്മൾ ഈ ഫോഴ്സ് റിമൂവ് ചെയ്താലും ഇത് തിരിച്ച് റീഗെയിൻ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഡക്ടിലിറ്റി എന്ന് പറയുന്നത്. ഡക്ടിലിറ്റി എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് നമുക്ക് അതിനെ തിൻ വയേഴ്സ് ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണത് ഡക്ടിലിറ്റി. ഇവർ ചോദിച്ചേക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡക്ടൈൽ ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ നോക്കുക, നിങ്ങൾ ഇതിൽ
ഡക്ടിലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ കാര്യം ചെക്ക് ചെയ്താൽ മതി. അതെ, ഇങ്ങനെ ലീനിയർ അല്ലാത്ത പോർഷൻസ് നിങ്ങൾ നോക്കുക. ലീനിയർ അല്ലാത്ത പോർഷൻസ്, ഇതല്ലേ ലീനിയർ അല്ലാത്ത പോർഷൻ. അപ്പൊ ഈ ലീനിയർ അല്ലാത്ത പോർഷൻ കൂടുതലുള്ളത് ഏതിനാണെന്ന് നോക്കുക. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ്, അറിയാമോ? പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. ലീനിയർ അല്ലാത്ത ഉള്ള ആ ഷേപ്പുകൾ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ഷേപ്പ്, പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. ഇതിനകത്ത് പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലുള്ള ഏതിനാ? ഇതിന് കുറവാണ്, ഇതിന് കൂടുതലാണ്. അപ്പൊ ഇതാണ് കൂടുതൽ ഡക്ടൈൽ ആയിട്ടുള്ളത്. ഏതാ? മെറ്റീരിയൽ ഈസ് മോർ ഡക്ടൈൽ ദാൻ മെറ്റീരിയൽ ബി. ഓക്കെ, അപ്പൊ അതാണ് ചോദ്യം. മാലബിലിറ്റി ചോദിക്കുവാണെങ്കിൽ ഇത് തന്നെയാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തരുവാണ്, ഇങ്ങനെ ഒരു ഗ്രാഫ് തരുവാണ്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുകയാണ് ഏതാണ് മോർ ബ്രിട്ടിൽ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ റീജിയൻ അവോയ്ഡ് ചെയ്ത് കളയാം. ഇതാണ് ബ്രിട്ടിൽ, പെട്ടെന്ന് പൊട്ടുന്ന മെറ്റീരിയലാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ എ ആണ്. അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പെട്ടെന്ന് എന്ത് ചെയ്യും? ടെർമിനേറ്റ് ആവും. അതാണ് ബ്രിട്ടിൽ മെറ്റീരിയലുകളുടെ പ്രത്യേകത. പക്ഷേ ഹൂക്സ് ലോയൊക്കെ ഒബെയും, ഇത് പ്ലാസ്റ്റിക് റീജിയൻ ആണ്. പ്ലാസ്റ്റിക് റീജിയൻ ഉള്ളതിന് പൊതുവെ നമ്മൾ എന്തായിട്ട് പറയാറില്ല, ബ്രിട്ടിലായിട്ട് പറയാറില്ല. ഇതാണ് മോർ ബ്രിട്ടിൽ. അപ്പൊ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കുന്നതാണ് സ്പ്രിംഗ് ബാലൻസ് ആർ കണ്ടിന്യൂസ്ലി യൂസ്ഡ് ഫോർ എ ലോങ് ഡേ. നമ്മൾ സ്പ്രിംഗ് ബാലൻസ് കുറെ സമയം ഉപയോഗിക്കണം, അല്ലെ? കുറെ നാളുകൾ ഉപയോഗിക്കണം. നാളുകളാണ്, സമയമല്ല. അങ്ങനെയാണെങ്കിൽ അവര് റോങ് റീഡിങ് തരും. ഓക്കെ, എന്താണ് അതിനുള്ള കാരണം? ഓക്കെ, ശരിയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്നാണ് പറയുന്നത്. ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്താണ്? ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മളൊരു ബോഡി എടുക്കാം. ബോഡിയിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കാം. ഉണ്ടോ? സ്ട്രെസ് കൊടുത്താൽ എന്ത് കിട്ടും? സ്ട്രെയിൻ കിട്ടും. ഉണ്ടോ? ഇനി നമ്മൾ ഈ സ്ട്രെസ് റിമൂവ് ചെയ്യുകയാണെങ്കിലോ പഴയ അവസ്ഥയിലോട്ട്. ഇതൊരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ്. നമ്മൾ സ്ട്രെസ് കൊടുത്തു, എലോങ്ങേറ്റ് ആയി, സ്ട്രെസ് റിമൂവ് ചെയ്തു, പഴയ പൊസിഷനിലോട്ട് വന്നു. വീണ്ടും സ്ട്രെസ് കൊടുത്തു, ഈ പൊസിഷനിലെത്തും. സ്ട്രെസ് റിമൂവ് ചെയ്താൽ ഈ പൊസിഷനിലോട്ട് വരും. ഓക്കെ, നമുക്ക് എത്ര പ്രാവശ്യം ഇതിങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ കുറേ പ്രാവശ്യം അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ പ്രോപ്പർട്ടി അങ്ങ് ലോസ്റ്റ് ആയി. ഏതാ? ഈ ഇലാസ്റ്റിക് ആണുള്ള ഇതിന്റെ ഒരു പ്രോപ്പർട്ടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ ഇലാസ്റ്റിക് ആവും, പിന്നെ അത് നോർമൽ ഷേപ്പിലോട്ട് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ഫാറ്റിക്. ഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇലോങ്ങേറ്റ് ആയിട്ട് പഴയ പൊസിഷനിലോട്ട് എന്ത് ചെയ്യുന്നില്ല, റിഗെയിൻ ചെയ്ത് വരുന്നില്ല. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ഫാറ്റിക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിക്വിഡ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. ചോദ്യം ഞാൻ വായിക്കാം. വിസ്കോസിറ്റി ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ലിക്വിഡ്സ്. ഓക്കെ, വിസ്കോസിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വിസ്കോസിറ്റിയുടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: when a small metal ball is falling through a viscous medium. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഒരു ബോൾ എടുക്കാം. ആ ബോൾ ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യും. വിസ്കസ് മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ തന്നെ എടുക്കാം. എയർ എന്ന് പറയുന്ന ഒരു മീഡിയം ആണ്. അപ്പോൾ ആ മീഡിയത്തിലൂടെ ഒരു ബോൾ വരികയാണ്. ഓക്കെ, ഒരു ബോൾ അകത്തോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് ഇറ്റ് ഇസ് ഡ്യൂ ടു ദ വെയിറ്റ്. വെയിറ്റ് അല്ല, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദ എർത്ത്, അല്ലേ? ആണ് വെയിറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നത്. ഡബ്ല്യു ഇസിക്കലിന്റെ എന്താണ്? mg. ഓക്കെ, ശരി. ഒരു ബോള് മുകളിൽ നിന്ന് താഴത്തോട്ട് വരാൻ നിർത്തുക. നമ്മളൊരു വിസ്കസ് മീഡിയത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ വിസ്കസ് മീഡിയം തിരിച്ചെന്ത് ചെയ്യും? ഒരു അത്രസ്റ്റ് കൊടുക്കും ബോളിലോട്ട്. ഓക്കെ, അപ്പം ബോള് താഴത്തോട്ട് വരുവാണ്. അതിൻ്റെ ഡ്യൂ ടു ദ വെയിറ്റ്. കൂടാതെ നമ്മുടെ മീഡിയം എന്ത് ചെയ്യും? ഒരു അത്രസ്റ്റ് കൊടുക്കും. കൊടുത്തു. കൂടാതെ നമ്മുടെ ഇവിടെ ഒരു വിസ്കസ് ഫോഴ്സും കൂടെ വേറെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഒരു സ്പെറിക്കൽ ബോളിന്റെ കേസിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. 6πr ηv എന്നാണ് ആ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ. അപ്പം വിസ്കസ് ഫോഴ്സ്. ഓക്കെ, അപ്പം താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? mg വെയിറ്റ്. മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? അപ്ത്രസ്റ്റ്. ഈ അപ്ത്രസ്റ്റ് കൊടുക്കുന്ന എയർ ആണ് കേട്ടോ. എയർ ആണ് അപ്ത്രസ്റ്റ് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ എന്ത് ഫോഴ്സുകളുണ്ട്? ഒരു വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് ഈ ബോളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ചോദ്യം എന്താ നമുക്ക് നോക്കാം. ഇവര് ചോദിച്ചേക്കുന്ന അറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ഇവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. നമുക്ക് ഒന്നുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ നോക്കാം? എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്? വെലോസിറ്റി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. വിത്ത് വിച്ച് ദ ബോഡി ഫോൾസ് ഡൗൺ ഫ്രീലി, അല്ലേ? ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റി, അല്ലേ? അപ്പൊ എങ്ങനെയാണ് ആ ടെർമിനൽ വെലോസിറ്റിയിലോട്ട് ബോഡി വരുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ബോഡി താഴത്തോട്ട് മൂവ് ചെയ്തോണ്ടിരിക്കും, അല്ലേ? ബോഡി താഴത്തോട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫോഴ്സുകളാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ആദ്യത്തത് ടെർമിനൽ വെയിറ്റ് ഓഫ് ദ ബോർഡ്. ഇവിടെ എഴുതാം, വെയിറ്റ് ഓഫ് ബോർഡ്. താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്ത്രസ്റ്റ് പ്ലസ്
വിസ്കസ് ഫോഴ്സ്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോൾ എന്ന് പറയുന്നത് നമുക്ക് എന്താ എം ജി അല്ലേ, എം ജി അല്ലേ. ഓക്കെ, അപ്ത്രസ്റ്റ്, അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് എയർ ആണ് തരുന്നത് കേട്ടോ, എയർ. നമുക്ക് എല്ലാ ഇക്വേഷൻസ് എല്ലാം ഒന്നുകൂടെ എഴുതാം. അപ്പോൾ ഞാൻ ആദ്യം മാസിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. അതായത് ഞാൻ ബോളിൻ്റെ ഡെൻസിറ്റി ഡി ആയിട്ട് എടുക്കാം. നമ്മുടെ ഈ ബോൾ ഉണ്ടല്ലോ, ഈ ബോളിൻ്റെ ഡെൻസിറ്റി ഡി. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താ, മാസ് ബൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഈ സ്ഫിയർ അല്ലേ, റേഡിയസ് ആറാന്ന് വിചാരിക്കുക, വോളിയം എത്രയാണ് 4/3 πr3 ക്രോസ് മൾട്ടിപ്ലയർ മാസ് ഇസ് ഈക്വൽ ടു 4/3 πr3 ഇൻറ്റു ഡി. അപ്പം ഈക്വേഷൻ നമുക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? എമ്മിന് പകരം 4/3 πr3 ഡി മാസായി ഇൻറ്റു ജി ഉണ്ടോ. ഇപ്പം നമ്മുടെ വെയിറ്റ് ഓഫ് ദ ബോളായി. ഇനി നമുക്ക് അപ്ത്രസ്റ്റ് എടുക്കാം. അപ്ത്രസ്റ്റ് എടുക്കാനുള്ള സെയിം സാധനം തന്നെ 4/3 πr3 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് ഈ ബോളിന്റെ ഡെൻസിറ്റിയാണ്. പക്ഷെ ഇപ്പൊ ഈ അപ്ത്രസ്റ്റ് കൊടുക്കുന്ന എയർ ആണ്. അപ്പൊ എയറിന്റെ ഡെൻസിറ്റി വേണം നമ്മൾ എടുക്കാൻ. കാരണം ഈ ബോളിൽ തിരിച്ച് ആക്ട് ചെയ്യുന്ന അപ്ത്രസ്റ്റ് എയർ ആണ്. അപ്പൊ എയറിന്റെ ഡെൻസിറ്റി വേണം നമ്മൾ ഇവിടെ എഴുതാൻ. അപ്പൊ എന്ത് വരും, ഞാനിപ്പോൾ റോ ആയിട്ട് എടുക്കാം. റോ നമ്മൾ എടുത്തേക്കുന്ന ഇക്വേഷനിൽ റോ തന്നെ എടുത്തേക്കുന്നത്. അപ്പൊ മാസ് വന്നു ഡെൻസിറ്റി ഇൻറ്റു ജി പ്ലസ് വിസ്കസ് ഫോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6πr∗v. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഒരു വെലോസിറ്റി ആണോ, ഈ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണത് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി, ഞാൻ ടെർമിനൽ വെലോസിറ്റിയെ പറ്റി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈക്വേഷനിലോട്ട്, ഫൈനൽ ഇക്വേഷനിലോട്ട് പോകാം. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. 2/9 ഇൻറ്റു r² ഇൻറ്റു r² ഇൻറ്റു d മൈനസ് റോ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ. ഇതാണ് എന്തെന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ. 2/9 ഇൻറ്റു r² ഇൻറ്റു d മൈനസ് റോ ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഈറ്റ. ഡി എന്ന് പറയുന്നത് എന്താ, ഡെൻസിറ്റി ഓഫ് ബോൾ. റോ എന്ന് പറയുന്നത് എന്താ, എയറിന്റെ ഡെൻസിറ്റി. ഈറ്റ ഒരു കോൺസ്റ്റന്റ് ആണ്. അതെന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ക്ലിയർ ആണോ സംഭവം? ഓക്കെ, അപ്പം നിങ്ങൾ ഇതിന്റെ മെയിൻ പോയിന്റ് ഇതാണ്. എന്താണ്, വെയിറ്റ് ഓഫ് ദ ബോൾ. താഴത്തോട്ട് ബോൾ അല്ലെങ്കിൽ ഈ ബോളിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് ഉണ്ടോ. ഇനി മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്, അപ്ത്രസ്റ്റും വിസ്കസ് ഫോഴ്സ്. രണ്ടും എന്താവുകയാണ്, സെയിം ആവുകയാണ്. ഈ രണ്ട് ഫോഴ്സുകൾ എന്താവുകയാണ്, തുല്യമാവുകയാണ്. ഈ രണ്ട് ഫോഴ്സുകളും തുല്യമായാലും ഉണ്ടാകുന്ന കാര്യം എന്താണ്, ഇത് ആക്സിലറേറ്റ് ചെയ്യപ്പെടത്തില്ല. ഇതിനൊരു ആക്സിലറേഷൻ കാണത്തില്ല. കണ്ടോ, നമ്മളിപ്പോൾ ഒരു ബോഡി മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും, ഇതിന് ആക്സിലറേഷൻ ഉണ്ട് കണ്ടോ. പക്ഷെ ഇവിടെ ഈ ബോൾ വരാൻ നേരത്ത് ബോൾ എന്ത് ചെയ്യത്തില്ല, ആക്സിലറേറ്റ് ചെയ്യത്തില്ല. ആക്സിലറേറ്റ് ചെയ്യാതെ അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴോട്ട് വരും. ഓക്കെ, അതാണ് ഈ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചെടുത്തേക്കുന്നത്. ഓക്കെ, അതിന് എനിക്ക് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കൂടെ പറയാം, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അവർ പറഞ്ഞേക്കുന്ന ഇതാണ്, റെയിൻ ഡ്രോപ്സ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്യൂർ വെരി ഹൈ വെലോസിറ്റി. വൈ നോക്കിയോ, നമ്മളിപ്പോൾ ഒരു മഴ പെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ മഴ ആസ്വദിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ മഴ ആസ്വദിക്കാതെ നിങ്ങളുടെ തലയിൽ മഴത്തുള്ളികൾ വീഴുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മഴത്തുള്ളികൾ നമ്മുടെ തലയിൽ വീണാലും നമുക്കത് ഒരു നമ്മുടെ തലയിൽ ഒരു ആഘാതം ഏൽപ്പിക്കത്തൊന്നുമില്ല. ആ മഴത്തുള്ളികൾ എന്ന് പറയുന്നത് ഒരു അത് വരുന്നത് അതിന് ആക്സലറേറ്റ് ചെയ്ത് തരുന്നതല്ല. നിങ്ങൾ നോക്കും, ഇതുണ്ടോ, ഇവിടുന്ന് റെയിൻ ഡ്രോപ്സ് താഴത്തോട്ട് വരികയാണ് ഉണ്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഉണ്ടോ, ഈ റെയിൻ ഡ്രോപ്സ് വരുമ്പോൾ ഇത് എന്ത് ചെയ്യപ്പെടണം, ആക്സലറേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടും. അത് ഒരാളുടെ തലയിലോട്ട് വീഴാൻ നിർത്ത് അവിടെ ഇപ്പോൾ ഈ ഒരു നല്ല വെലോസിറ്റി ഗെയിൻ ചെയ്തായിരിക്കും താഴത്തോട്ട് വരുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ടെർമിനൽ വെലോസിറ്റി ഈ ഒരു വെലോസിറ്റിയിലാണ് നമ്മുടെ ഈ ഒരു റെയിൻ ഡ്രോപ്സ് താഴത്തോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വെലോസിറ്റി വരത്തില്ല, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഈ റെയിൻ ഡ്രോപ്സ് താഴത്തോട്ട് വരാൻ നിർത്ത് ഇതിന്റെ വെയിറ്റ് കാരണമാണ് താഴത്തോട്ട് വരുന്നത് കണ്ടോ. വെയിറ്റ് കാരണം താഴത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ തിരിച്ച് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ, അപ്ത്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, വിസ്കസ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയൊരു വെലോസിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും താഴത്തോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങോട്ട് താഴത്തോട്ട് വരാൻ നേരത്ത് എന്ത് ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ റെയിൻ ഡ്രോപ്സ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്യൂർ വെരി ഹൈ വെലോസിറ്റി. വലിയ വെലോസിറ്റി അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, താഴത്തോട്ട് വരും. ഓക്കെ, നിങ്ങളിപ്പോൾ എന്താണ് നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പ്ലെയിനിൽ നിന്നൊക്കെ ആൾക്കാർ ജമ്പ് ചെയ്യത്തില്ല. ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് താഴത്തോട്ട് വരുമല്ല, അവർ കുറേ സമയം അവിടെ എന്ത് ചെയ്യും, സ്റ്റേ ചെയ്യും. ആ സ്റ്റേ ചെയ്യുന്നത് ഇത് കാരണം തന്നെയാണ്. എന്ന് പറയാൻ നേരത്തെ ഇപ്പോൾ എടുത്ത് ചാടാൻ നേരത്ത് ഒരാളെടുത്ത് താഴത്തോട്ട് ചാടാൻ നേരത്ത് ഇയാളുടെ വെയിറ്റ് എൻജി താഴത്തോട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ വിസ്കസ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്തു, മുകളിലോട്ട് ആക്ട് ചെയ്തു. വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്ത് അതുപോലെ തന്നെ അപ്രസ്റ്റ് മുകളിലോട്ട് ആക്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ രണ്ട് ഫോഴ്സും
ഈ ഫോഴ്സിനെ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഉണ്ടോ? അപ്ത്രസ്റ്റും വിസ്കസ് ഫോഴ്സും എന്ത് ചെയ്യും? വെയിറ്റിനെ ബാലൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബോഡി എന്ത് ചെയ്യത്തില്ല? ആക്സലറേറ്റ് ചെയ്യത്തില്ല. ആക്സലറേറ്റ് ചെയ്താലേ സ്പീഡ് കൂടി താഴ്ത്തോട്ട് വരത്തുള്ളൂ, ആക്സലറേഷൻ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴ്ത്തോട്ട് വരും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചേക്കുന്ന ചോദ്യതാണ്, അതായത് ഇവര് പറഞ്ഞേക്കുന്നതാണ് ഷോ ദാറ്റ് ഫോർ എ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഇതുണ്ട്, നമുക്കൊരു പൈപ്പാണിത്, പൈപ്പ് ഇവിടെ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഫ്രീക്വൻസീസ് ആറിന്റെ റേഷ്യോ എത്രയാണ്? 1:3:5. ഫ്രീക്വൻസികളുടെ റേഷ്യോ 1:3:5 ആണ്. നമുക്ക് പ്രൂവ് ചെയ്യണം. ക്ലോസ്ഡ് പൈപ്പുകളുടെ ഫ്രീക്വൻസികളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:3:5 എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ പൈപ്പുകൾ വരയ്ക്കുക. ഞാനിപ്പോൾ 3 പൈപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതില് ഇതുണ്ടോ, ഇത് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാന്ന് പറയാം. ഇപ്പോൾ ഒരു വേവാണ്, ഒരു വേവ്. ഈ വേവ് സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു വരുവാണെങ്കിൽ ഇങ്ങനെ തിരിച്ചു വരും. ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി വേവിന്റെ മൊത്തം നീളം ലാംഡ. അപ്പൊ അതിന്റെ പകുതി ആവുമ്പോൾ λ/2, അതിന്റെയും പകുതി ആവുമ്പോൾ λ/4. മൊത്തം ലാംഡ നിങ്ങൾ നമ്മുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം. മൊത്തം ലാംഡ, അതിന്റെ പകുതി λ/2, അതിന്റെയും പകുതി എത്രയാണ്? λ/4. അപ്പൊ ഇത് പകുതിയേ ഉള്ളൂ, പകുതിയല്ല, ഇത് 1/4 ഉള്ളൂ. അപ്പൊ ഇത് എത്രയാണ്? λ/4. അപ്പൊ ഇങ്ങനെ ഒരു വേവ് നമ്മൾ ഇതിനകത്ത് എയർ ബ്ലോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വേവ് ഇതിനകത്ത് സെറ്റപ്പ് ആകുന്നുണ്ട്. പൈപ്പിന്റെ മൊത്തം നീളം L ആണ്. അപ്പോൾ ഈ എല്ലിലുണ്ടായ വേവിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? λ/4. ഇത് λ/4 ഉള്ളൂ, 1/4 പോർഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ L എന്ത് വരും? λ/4. അപ്പൊ ഇതിനകത്ത് ലാംഡ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ഇത് ബേസിക് ഇക്വേഷൻ ആണ്. V ന്യൂ ലാംഡ, വെലോസിറ്റി ഫ്രീക്വൻസി ഇൻ വേവ് ലെങ്ത്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ത് വരും? V/λ. ലാംഡ നമ്മുടെ ഉണ്ട്, എത്രയാണ്? λ/4. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ഉണ്ടോ? അപ്പൊ ആദ്യത്തെ ഫ്രീക്വൻസി, ആദ്യത്തെ ഈ പൈപ്പിലുണ്ടായ ആദ്യത്തെ ഫ്രീക്വൻസി ആണ് എത്ര? V/4. അത് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത് എടുക്കാം. രണ്ടാമത് നോക്കാം. നിങ്ങൾ ഇത്ര നോക്കിയാൽ ഇതുപോലത്തെ എത്ര ഇതിനകത്തുണ്ട്? ഇതുപോലത്തെ ഒരെണ്ണം അല്ലേ ഇത്? ഈ ഒരു പോർഷൻ ഇതുപോലത്തെ രണ്ടെണ്ണം ഇവിടെ ഇല്ലേ? ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇത് 1, ഇത് 2, ഇത് 3 ഉണ്ടോ? അപ്പൊ ഇതുപോലത്തെ 3 എണ്ണം ഇതിനകത്തുണ്ട്. അപ്പൊ 3 എണ്ണം ആഡ് ചെയ്യണമെന്ന് ഇരിക്കുക. λ/4ന്റെ 3 എണ്ണം. അപ്പൊ എത്ര വരും? 3 λ/4. അതെല്ലാം ഈ പൈപ്പിലല്ലേ നിൽക്കുന്നത്. പൈപ്പിന്റെ നീളം എത്ര? L. അപ്പൊ ഈ L നീളത്തിൽ 3 λ/4 ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ലാംഡയുടെ ഇക്വേഷൻ വരും. λ = 4l/3 ഉണ്ടോ? അപ്പൊ ലാംഡയുടെ ഇക്വേഷൻ വന്നാണല്ലോ. ഇനി നിങ്ങൾ ഫ്രീക്വൻസി ഇക്വേഷൻ എടുക്കുക. ഫ്രീക്വൻസി ഇക്വേഷൻ എന്താ? ഫ്രീക്വൻസി V ന്യൂ ലാംഡ, ന്യൂ എന്ത് വരും? V/λ. V/λ. ലാംഡ എത്ര? 4l/3 അല്ലേ? ആ 3 ന്യൂമറേറ്ററിലോട്ട് വരും. അങ്ങനെ അടുത്ത ഫ്രീക്വൻസി എന്ത് വന്നു? 3V/4 എന്ന് പറഞ്ഞ് വന്നു. അപ്പൊ ഞാനിവിടെ എന്തുകൊണ്ടാണ് 3 എന്ന് എഴുതാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 1 ആണ് വന്നേക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് എന്നോട് 1 എഴുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എത്രയായി? 3 ആയി മാറി. 2 ഉണ്ടായിരുന്നെങ്കിൽ 2 എന്ന് എഴുതിയാൽ. പക്ഷെ ഇതിനകത്ത് അതില്ല, 2 ഇല്ല. ഇതിനകത്ത് എല്ലേ ഉള്ളൂ? 3 ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ കേസ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കുക. നിങ്ങൾ ഇതുപോലത്തെ എത്ര ഇതിൻ്റെ അകത്തുണ്ട്? 1, 2, 3, 4, 5. 5 എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ 5 എണ്ണം ഉണ്ടാകുന്നിടത്ത് നിങ്ങൾ ഫ്രീക്വൻസി ഇതുപോലെ ഞാൻ ഇതേ സ്റ്റെപ്സ് ചെയ്തപോലെ നിങ്ങൾ ഡിറൈവ് ചെയ്ത് വരുവാണെങ്കിൽ എത്ര വരും? 5 × V/4 ഉണ്ടോ? 5 × V/4 എന്ന് പറഞ്ഞ് വരത്തില്ല. അപ്പൊ ആദ്യം കിട്ടിയ ഫ്രീക്വൻസി എത്രയാണ്? V/4. അടുത്ത എത്രയാണ്? 3V/4. അടുത്ത എത്രയാണ്? 5V/4. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഫ്രീക്വൻസീസ് ആണ്. നിങ്ങൾ ഇതിന്റെ റേഷ്യോ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? V/4 എല്ലാത്തിനും ക്യാൻസൽ ആയി പോകത്തില്ലേ? കണ്ടോ? V/4 എല്ലാത്തിനും കോമൺ അല്ലേ? അപ്പൊ അത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ആൻസർ എത്രയാണ്? 1:3:5 കണ്ടോ? ഫ്രീക്വൻസികളുടെ റേഷ്യോ μ1:2, μ2:3. അതിന്റെ റേഷ്യോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 1:3:5 എന്നാണ് ഇതിനകത്തുള്ള ആൻസർ. അപ്പൊ ഇതിനകത്തൊരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ഫ്രീക്വൻസീസ് ഇല്ല, ഈവൻ ഫ്രീക്വൻസീസ് ഇതിനകത്ത് എന്താണ്? മിസ്സിംഗ് ആണ്. ഏത് ഫ്രീക്വൻസീസ് മാത്രമേ ഉള്ളൂ? ഓഡ് ഫ്രീക്വൻസീസ് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് അവരത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ആ ചോദ്യം. ഷോ ദാറ്റ് ഫോർ എ പൈപ്പ് അറ്റ് ക്ലോസ്ഡ് വൺ എൻഡ് ഫ്രീക്വൻസീസ് ആർ ഇൻ ദ റേഷ്യോ. ഇത് പ്രൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. 2 മാർക്കാണ്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഓപ്പൺ പൈപ്സ് ആർ പ്രിഫേർഡ് ടു ക്ലോസ് പൈപ്പ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. എന്തുകൊണ്ടാണ് ഈ ഓപ്പൺ പൈപ്സ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? നോക്കാം, ഇതൊരു ഓപ്പൺ പൈപ്പാണ്. ഇത് ക്ലോസ്ഡ് ആണ് ഇവിടെ, അതുപോലെ ഇവിടെ എന്താണ്? ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ഓപ്പൺ പൈപ്പിൽ നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ ആയിട്ട് ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഞാൻ അതിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു.
ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വിളിക്കും. ഇത് 3 എണ്ണം ഉള്ളതുകൊണ്ട് ഫണ്ടമെന്റലിൽ പോലത്തെ 3 എണ്ണം ഇതിനകത്തുള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് തേർഡ് ഹാർമോണിക്. നമ്മൾ ഇങ്ങനെ ഒന്നും വരുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓവർടോൺ. ഇതിൽ ഒരു ഓവർടോണേ ഉള്ളൂ, അതുകൊണ്ടാണ് ഫസ്റ്റ് ഓവർടോൺ എന്ന് വിളിക്കും. ഇതിൽ ഓവർടോൺ ഇല്ല. ഇതിൽ നോക്കുവാണെങ്കിൽ എത്ര ഓവർടോൺ ഉണ്ട്? 2 ഓവർടോണും എത്ര ഹാർമോണി ഉണ്ട്? ഇതുപോലത്തെ എത്ര ഇതിനകത്തുണ്ട്? 1 2 3 4 5. അപ്പോൾ ഫിഫ്ത്ത് ഹാർമോണിയും ഇതുപോലത്തെ 2 എണ്ണം ഇതിനകത്തുണ്ട്. ഇതുപോലത്തെ ഉണ്ടോ? ഇതൊരെണ്ണം വന്ന ഓവർടോൺ ആണ്, അപ്പോൾ അതുപോലത്തെ 2 എണ്ണം ഇല്ല. അപ്പോൾ സെക്കൻഡ് ഓവർടോൺ, ഇതിനെ സെക്കൻഡ് ഓവർടോൺ എന്ന് വിളിക്കും. ഫിഫ്ത്ത് ഹാർമോണി എന്ന് വിളിക്കും. തേർഡ് ഹാർമോണിക് ഫസ്റ്റ് ഓവർടോൺ, ഇത് ഫണ്ടമെന്റൽ ഹാർമോണി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണി. ഓക്കെ, നമുക്കിനി ഓപ്പൺ ടൈപ്പിലോട്ട് വരാം. ഇപ്പോൾ ഓപ്പൺ ടൈപ്പിൽ നമ്മൾ എയർ ഫ്ലോ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു വേവ് ആണ് ഇതിനകത്ത് ഉണ്ടായത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ നമുക്കൊന്ന് ഡെറിവേഷൻ ചെയ്തെടുക്കാം. ഇവിടെ നോക്കാം, ഇത് ഒരു 1/4 അല്ലേ, λ/4. ഇത് ഒരു λ/4 അല്ലേ. അപ്പോൾ λ/4 λ/4 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? λ/2. പൈപ്പിന്റെ നീളം എത്രയാണ്? L. നേരത്തെ അതേ ഡെറിവേഷൻ ആണ്. അപ്പോൾ L = എന്ന് വരും λ/2. അപ്പോൾ λ = എന്ന് വരും 2 വരും. V = ന്യൂ λ. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യുന്ന അതേ ഫോർമുല. V = ന്യൂ λ. ന്യൂ = എന്ത് വരും? V/12. V/λ. λ ഇവിടെ 12 ആണ്. അപ്പോൾ V/ എന്ത് വരും? 12. അപ്പം ഇവിടെ 1 അല്ലേ വന്നേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് എഴുതി? ന്യൂ 1. ക്ലിയർ? ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിനകത്ത് ചെയ്യാം. ഇതുപോലത്തെ എത്ര ഉണ്ട് നിങ്ങൾ നോക്കേണ്ടത്? ഇതുമായിട്ടല്ല, രണ്ട് പൈപ്പ്സ് ആണ്. ഇത് ക്ലോസ്ഡ് പൈപ്പും ഇത് ഓപ്പൺ പൈപ്പും ആണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതുപോലത്തെ, ഇത് മൊത്തം ഒരു യൂണിറ്റ് ആണ്. ഇതുപോലത്തെ എത്ര എണ്ണുണ്ടെന്ന് നോക്കിയാൽ ഇതുപോലത്തെ ഒരെണ്ണം അല്ലേ ഇത്, ഇതുപോലത്തെ ഒരെണ്ണം അല്ലേ ഇത്. അപ്പൊ ഇതുപോലത്തെ എത്ര ഇതിനകത്തുണ്ട്? 2 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ സിമിലർലി നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ λ/2 ഉം λ/2 കൂടെ ആഡ് ആവും. അപ്പൊ എത്രയാവും? λ എന്ന് പറഞ്ഞല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ λ = ഇവിടെ അതിന്റെ സ്റ്റെപ്സ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. λ/2 + λ/2 എത്രയാ? λ. പൈപ്പിന്റെ നീളം എത്രയാ? L. V = എന്താ? ന്യൂ λ. ന്യൂ = V/λ. λ എത്രയാ? L. ഞാൻ 2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നും ഇല്ലല്ലോ, ക്യാൻസൽ ആയി പോകത്തില്ലേ, പ്രോബ്ലം ഇല്ല. പക്ഷെ നമുക്ക് V/12 ഒരു 2 ടൈംസ് വന്നില്ലേ? 2 ടൈംസ് ഇവിടെ 2 വന്ന് ഞാൻ ഇവിടെ ഫ്രീക്വൻസി എത്ര എഴുതി? 2. ഫ്രീക്വൻസി 2. അപ്പൊ ആദ്യം കിട്ടിയ എത്ര? V/12. രണ്ടാമത്തെ കിട്ടിയ എത്ര? 2 × V/12. ഓക്കെ, ഇനി മൂന്നാമതാവുന്ന നോക്കാം. ഇതുപോലത്തെ എത്ര ഇതിനകത്തുണ്ട്? 1 2 3 മൂന്നെണ്ണം വരാതെ നമ്മൾ ഇവിടെ 2 എണ്ണം വന്നപ്പോൾ 2V/12 എന്നാണ് കിട്ടിയെങ്കിൽ 3 കിട്ടുമ്പോൾ എന്ത്? 3V/12 എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എല്ലാം പേര് എഴുതണം. ഫസ്റ്റ് ഹാർമോണിക്, 2 എണ്ണം ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഹാർമോണിക്, 3 എണ്ണം ഉള്ളതുകൊണ്ട് തേർഡ് ഹാർമോണിക്സ്. ഓക്കെ, ഇതിനകത്ത് ഓവർടോൺ വല്ലതും ഉണ്ടോ? ഇതുപോലെ ഇല്ല, അതിനകത്ത് ഓവർടോൺ ഇല്ല. ഇതിനകത്ത് ഒരു ഓവർടോൺ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പേരാണ് സെക്കൻഡ് ഹാർമോണി അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ. ഇതിനകത്ത് ഓവർടോൺ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിന്റെ പേരെന്താ? സെക്കൻഡ് ഓവർടോൺ അല്ലെങ്കിൽ എത്രാമത്തെ ഹാർമോണി? തേർഡ് ഹാർമോണി. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവർ ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആണ്. അതായത് മ്യൂസീഷ്യൻസ് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഓപ്പൺ പൈപ്പ്സ് പ്രിഫർ ചെയ്യുന്നത്? ഓപ്പൺ പൈപ്പ്സ് പ്രിഫർ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ഫ്രീക്വൻസികൾ കിട്ടും. പല ഫ്രീക്വൻസികൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഓരോ സ്വരത്തിനും ഓരോരോ ഫ്രീക്വൻസിയാണ്. ഇപ്പൊ നമ്മൾ സായ എന്ന് പറയുന്ന സ്വരം എടുക്കുകയാണെങ്കിൽ 256 ഹെർട്സ് ആണ് കേട്ടോ. ഈ സ്വരത്തിന് ഈ ഫ്രീക്വൻസി വന്നിരിക്കണം, എന്നാലേ സായ എന്ന് പറയുന്ന സ്വരം ആവുള്ളൂ. പക്ഷെ ഇതിനകത്ത് നമുക്ക് എല്ലാ ഫ്രീക്വൻസികളും കിട്ടത്തില്ല കണ്ടോ. ഫസ്റ്റ് ഫ്രീക്വൻസി കിട്ടിയാൽ പിന്നെ സെക്കൻഡ് ഫ്രീക്വൻസി ഇല്ല, ഇതിനകത്ത് തേർഡ് ഹാർമോണിക്കിലോട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാ ഫ്രീക്വൻസീസും ഏതിനകത്ത് കിട്ടത്തില്ല? ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് എല്ലാ ഫ്രീക്വൻസീസും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് മ്യൂസീഷ്യൻസ് എന്ത് ചെയ്യുന്നത്? ഒരു ഗുഡ് മ്യൂസീഷ്യൻ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്തുള്ളൂ? പ്രിഫർ ചെയ്തുള്ളൂ. സൗണ്ടുകളിൽ ഒത്തിരി ഫ്രീക്വൻസി ചേഞ്ചസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പാട്ടുകൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് പ്രിഫർ ചെയ്യും? ഓപ്പൺ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ക്ലോസ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യത്തില്ല? പ്രിഫർ ചെയ്യും. ഓക്കെ, താങ്ക് യു.